ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ 6 വെറൈറ്റി ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അധിക ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ദോശയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അരിപ്പൊടി, 1.5 കപ്പ് മൈദ, ഒരു 1/4 മുറി നാളികേരം ചിരവിയത്, 1.5 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് റാഗിപ്പൊടി, പിന്നെ ഒരു കപ്പയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് പീസാക്കി എടുത്തത്, ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം പീസാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, ഒരു എഗ്ഗ്, ഒരു വലിയ ഉള്ളിയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എന്നിവയെല്ലാം ചേർത്തിട്ടാണ് ഞാനിവിടെ ദോശ തയ്യാറാക്കുന്നത്. ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് മൈദ ദോശയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചിട്ടുള്ള മൈദ റൈസും അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയതും ഉപ്പും എന്നിവയെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. മൈദദോശ തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടുള്ള പാനിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് കുറച്ച് വലിപ്പമുള്ള ദോശയാണ്. ഇത് ചെറുതായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് റാഗി ദോശയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എഗ്ഗ്, ഒരു 1/4 ടീസ്പൂൺ നാളികേരം ചിരവിയത്, 1 കപ്പ് വെള്ളം എന്നിവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശ തയ്യാറാക്കാം. ഞാൻ എഗ്ഗ് മറ്റൊരു പാത്രത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ മാവിൽ ഓരോ ദോശ തയ്യാറാക്കുമ്പോഴും അതിലേക്ക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വേറെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ക്യാരറ്റ് ദോശയാണ്. അതിന് വേണ്ടി ക്യാരറ്റിൻ്റെ പീസ് മിക്സിയുടെ ജാറിലിട്ട് 1.5 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എഗ്ഗ് ഇവയെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ചൂടുള്ള പാനിലേക്ക് ഒഴിച്ച് ദോശയായിട്ട് എടുക്കാം. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ബീട്രൂട്ടിൻ്റെ ദോശയാണ്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ പീസ് മിക്സിയുടെ ജാറിലിട്ട് 1.5 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ അരിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. കപ്പ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം, കപ്പയുടെ പീസ്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നല്ല പോലെ അരച്ചതിന് ശേഷം അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക്, വലിയുള്ളി ഇവയൊന്ന് മിക്സ് ചെയ്ത് ദോശയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോശ നമ്മൾ ഓരോ ദിവസവും തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു ദോശ തന്നെ കഴിക്കേണ്ട ആവശ്യമില്ല.
ഇനി ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ്, നാളികേരം എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിലൊഴിച്ചിട്ട് ദോശയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 6 വെറൈറ്റി ദോശയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡെയിലി സെയിം ദോശ തന്നെ കഴിച്ച് മടുക്കുമ്പോൾ ഇത് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. See you.